ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇത് ജൂൺ 1 തീയതിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എബി ആദ്യമായിട്ട് വെങ്ങാനൂർ സ്കൂളിലോട്ട് പോവാണ്. അവന് 6ാം ക്ലാസ്സിലോട്ടായി കേട്ടോ. അപ്പോൾ 5ാം ക്ലാസ് വരെ മുട്ടയ്ക്കാട് സ്കൂളിലായിരുന്നു അവൻ്റെ പഠിത്തം മൊത്തം, LKG മുതൽ. അപ്പോൾ ഇനി തൊട്ട് അവൻ വെങ്ങാനൂർ സ്കൂളിലാണ്. അവൻ്റെ ഭയങ്കര ആഗ്രഹമാണ് അവിടുത്തെ സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ളത്. എന്തെന്ന് വെച്ചാൽ അവൻ നമ്മുടെ വീടിനടുത്തുള്ള 2-3 പിള്ളേരൊക്കെ അവിടെയുണ്ട്, അവൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ. വേറെ ക്ലാസ്സിലാണെങ്കിൽ പോലും അവന് ഇഷ്ടപ്പെട്ട 2-3 ചേട്ടന്മാരുണ്ട്, അവരൊക്കെ അവിടെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനും അങ്ങോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ജൂൺ 1 മുതൽ അത് സാക്ഷാത്കരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് കുളിക്കാൻ പോകാൻ പറഞ്ഞ് കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനും ചേട്ടനും കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അച്ഛനും കൂടെ നിൽക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെയാണ് അവനെ കൊണ്ടാക്കി. ആദ്യം ഞാൻ മാത്രം പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നീട് ചേട്ടനും കൂടെ വരാമെന്നും തലേ ദിവസം രാത്രി ചേട്ടൻ ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞു പറ്റൂല, അച്ഛൻ കൂടെ കൊണ്ടാക്കാൻ വരണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ചേട്ടൻ കൂടെ വന്നത്. അപ്പോൾ ഞങ്ങളെ സ്കൂളിൻ്റെ ഫ്രണ്ടിലത്തെ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറി അങ്ങ് അപ്പുറത്തോട്ട് പോയി കേട്ടോ. ഞാനും അവനും കൂടെയാണ് സ്കൂളിലോട്ട് കയറിയത്. അപ്പോൾ സ്കൂളിൻ്റെ ഗേറ്റിൽ തന്നെ പിള്ളേർ ചോക്ലേറ്റും പേനയൊക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിയിട്ട് ഞങ്ങൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലോട്ട് പോയി നിന്നു. ചേട്ടനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ SPCയിലെ പിള്ളേരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എബിയും 8ാം ക്ലാസ്സിലോട്ടാവുന്ന സമയത്ത് അതിലോട്ട് ചേർക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അവനൊന്നിൽ പോലീസ് ഇല്ലെങ്കിൽ പട്ടാളം, ഇത് രണ്ടിലേതിലും ഒന്നാവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഇത് ചേട്ടൻ്റെ ആൻറ്റിയുടെ മകനും വൈഫും മോനുമാണ് കേട്ടോ. അവനും 6ാം ക്ലാസ്സിലാണ്, വേറെ വേറെ ഡിവിഷനാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെയൊക്കെ കണ്ട് സംസാരിച്ചു. അപ്പോഴേക്കും ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ വന്നോടൻ തന്നെ ഇത് 3ാമത്തെ നിലയിലോട്ട് നമ്മൾ പോകണം, അവിടെയാണ് ഞങ്ങൾ നിന്നത്. അവിടെ നിന്നുള്ള സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. ഇനി ക്ലാസ്സിലോട്ട് തിരിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അവനും അവൻ്റെ കൂടെ മുട്ടയ്ക്കാട് സ്കൂളിൽ പഠിച്ച അവൻ്റെ അർജുനും, ഈ നടുക്ക് നിൽക്കുന്ന മോൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. അർജുനും ഇവനും ഭയങ്കര കൂട്ടാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അവരിങ്ങനെ സ്കൂളിൻ്റെ ഗ്രൗണ്ടെല്ലാം നോക്കി അങ്ങനെ നിന്നു. പിന്നെ അവരുടെ ക്ലാസ്സിലെ സാറ് വന്നു, മൈക്കിൽ കൂടെ തന്നെ പിള്ളേരെല്ലാവരും വിളിച്ച് നിർത്തി. അത് വേറെ സാറാണ് കേട്ടോ. പിന്നെ ഇവരുടെ സാറ് വന്നു, ഇവർ ലൈനായിട്ട് തന്നെ ക്ലാസ്സിലോട്ട് കൊണ്ടുപോയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പെൺപിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിപ്പോൾ VPS മലങ്കര ആവുന്നതിന് തൊട്ട് മുന്നേ വരെ ഇത് ബോയ്സ് സ്കൂളായിരുന്നു കേട്ടോ. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഗേൾസ് ഹൈസ്കൂളുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതായിട്ട് 2-3 വർഷം ആവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഗേൾസും കൂടെ ആയിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ 2-3 വർഷം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 റോയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ തൊട്ട് മുകളിലത്തെ ക്ലാസ്സിലാണ് എബി ഇരിക്കുന്നത്. ഞങ്ങൾ അവനെയും വെയിറ്റ് ചെയ്ത് തൊട്ട് 5ാം ക്ലാസ്സിൻ്റെ ആ ഒരു സൈഡിലോട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഇവൻ്റെ ക്ലാസ് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടി. പിന്നെ അടുത്ത് നിന്നിടത്തൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇവൻ്റെ ക്ലാസ് കണ്ടുപിടിച്ചത്. അപ്പോൾ എല്ലാ പാരൻസും മക്കളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ ക്ലാസ്സിലോട്ട് പോയത് ആ ഒരു ലാസ്റ്റ് ആനയുടെ മുയലിൻ്റെ പടം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് മുകളിലാണ് എബിയുടെ ക്ലാസ് വരുന്നത്. ഇവിടെ മുമ്പ് PKG LKG UKG ഒക്കെ ആയിരുന്നു കേട്ടോ. അവരുടെ ക്ലാസ് ബാക്കിലോട്ട് ആക്കിയപ്പോഴത്തേക്കും ഇവിടെ ഇവർക്ക് 6ാം ക്ലാസ്സൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടെക്സ്റ്റ് അന്ന് കിട്ടാനുണ്ടായിരുന്നു, അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പമ്പിലോട്ട് പോയി. തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എബിക്കും ചേട്ടനും കഴിക്കാൻ വേണ്ടി മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേരക്കയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നത് ഒന്ന് ജ്യൂസ് കുടിക്കാമെന്നും പറഞ്ഞ് വന്നു. അതിന് തൊട്ട് മുന്നിട്ട് ATMിലോട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ CDM വഴി കുറച്ച് പൈസ ഇടാനുണ്ടായിരുന്നു, ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ CDM അന്ന് വർക്കിംഗ് അല്ലായിരുന്നു, എന്തോ പ്രോബ്ലം ആയിരുന്നു. പിന്നെ നേരെ ഷാർജ കുടിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്നും കൂടി ഞാൻ ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അറിയാം എബിയും കൊണ്ട് വരുന്നത് കൊണ്ട് എന്തായാലും പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും കഴിക്കേണ്ടി വരുമെന്നറിയാം. അതുകൊണ്ട് ഡയറ്റിങ് നാളെ തൊട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നും ജ്യൂസൊക്കെ കുടിച്ചിട്ടു. സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡയറ്റിങ് എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു വെയിറ്റിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു മീറ്റ് റോളും കട്ട്ലറ്റും വാങ്ങി ഞങ്ങൾ ഷെയർ ചെയ്തിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബാക്കിലും കുറച്ച് പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവരെയൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് നേരെ ക്യാമറ വെച്ച് വീഡിയോ എടുക്കാനും പറ്റാതിരുന്നത്. പിന്നെ നേരെ ചന്തയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ മധുരക്കിഴങ്ങൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, കോവയ്ക്ക വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചന്തയിലോട്ടും കയറി. അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല, മീനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അകത്തോട്ട് കയറാൻ നിന്നില്ല. ഭയങ്കര തിരക്കും ഇല്ലായിരുന്നു. കാരണം ചന്തയുടെ ടൈമൊക്കെ മാറി മാറി വന്ന ടൈം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഉണ്ടായില്ല. 1 മണി എങ്ങാണ്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല.
ഞങ്ങൾ നേരെ വന്ന് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് വന്നത് കേട്ടോ. വീട്ടിലോട്ട് വന്നു. ഞങ്ങൾ പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷാർജ ഇതൊക്കെ കഴിച്ച് തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. 1-2 പേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ ഉള്ളവരല്ല. ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഇല്ല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയൊക്കെ കൊടുത്തു. പിന്നെ എബി ഇന്നോട്ട് പുതിയ സ്ഥലത്തോട്ട് ട്യൂഷനോട്ടാക്കി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ആ വഴി റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ട്യൂഷനായിട്ട് കൊണ്ടാക്കി. അപ്പോൾ അവൻ ചെന്ന സമയത്ത് ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേരൊക്കെ ഇനി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവന് സമയം വെച്ചത് ഈ 3 മണിക്കാണ്. 3 മണി തൊട്ട് 4:30 മണി വരെയാണ് ഇന്ന് വെച്ചത്. നാളെ തൊട്ട് സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ 4 മണി തൊട്ട് 5:30 മണി വരെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. ഒന്ന് കിടന്നു ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ സമയത്ത് ഒന്ന് മയങ്ങി വന്നപ്പോഴാണ് ട്യൂഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞൊന്ന് വിളിച്ചത് കേട്ടോ. അപ്പോൾ തന്നെ ചേട്ടൻ പോയി വിളിച്ചിട്ട് വന്നു. ട്യൂഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി പിള്ളേർ വരത്തേ ഉള്ളൂ. ഇന്ന് പോയി അന്ന് അവനും വേറൊരു കുട്ടിയും ഒരു 3 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവ മാത്രമേ നാളെ തൊട്ടായിരിക്കും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നത് കേട്ടോ. അപ്പോൾ അവന് അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ വീട്ടിലോട്ടൊന്ന് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. മിക്കുവിന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ കുറേ നേരം വരെ വീഡിയോ കോൾ വിളിച്ച് നിൽക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ ബീനയുടെ കടയിലോട്ട് സാധനം വാങ്ങിക്കാൻ വന്നപ്പോഴാണ് സുജിത്ത് 7 മണിക്ക് പോകുന്നു എന്നാണ് ഞാൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. പക്ഷേ 7 മണിക്ക് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് പോകുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ കേട്ടത് വീട്ടിൽ നിന്ന് 7 മണിക്ക് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് സുജിത്ത് പോകുന്നതൊന്ന് കാണുമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങ് വന്നപ്പോഴത്തേക്കും 6 മണി കഴിഞ്ഞു കേട്ടോ. പോകുന്നവരെ നിൽക്കില്ല, കുറച്ച് നേരം നിന്നിട്ട് പോകുമെന്ന് വിചാരിച്ച സമയത്ത് അവർ 4 മണിക്കേ പോയി കേട്ടോ. ഞാൻ കേട്ട മിസ്റ്റേക്കായിരുന്നു. അവർ പോയി സുജിത്തിനെയും കൊണ്ടാക്കി വന്ന വഴിയിലാണ് ആ വീഡിയോ കോൾ വിളിച്ചത്. കാരണം കടയിൽ ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സുമോദേൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ ആൻറ്റിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനും പിന്നെ സാധനങ്ങൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും വിലയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ വിളിച്ചാണ് കണ്ടത്. അപ്പോൾ അതിന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അവൻ്റെ പപ്പ ഗൾഫിൽ പോയതുകൊണ്ട് തന്നെ അവന് പിന്നെ ടോയ്സൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലങ്ങ് നിർത്തിയതായിരുന്നു. ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പോയ ഉടൻ തന്നെ ചോദിച്ചാൽ പപ്പ എപ്പോൾ തിരിച്ചു വരും എന്നൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്ന സമയത്ത് വീഡിയോ കോൾ വിളിച്ചു പിന്നെയും. അപ്പോഴാണ് ഒരു സംഭവം 5 കാണിച്ചത് കേട്ടോ. മിലുമോൾക്ക് കാത് കുത്തിയിട്ടുണ്ടായിരുന്നു. ഓർത്ത് വയ്ക്കാൻ നല്ലൊരു ദിവസമാണ് ജൂൺ 1-ാം തീയതി കാതുകുത്ത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ നല്ല രസമാണ് കേട്ടോ. അതുപോലെ നമുക്ക് എൽസയുടെ നൂലുകെട്ടും ചേട്ടൻ്റെ ബർത്ത്ഡേ അന്നായിരുന്നു എൽസയുടെ നൂലുകെട്ട്. അതൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഓരോരോ കാര്യങ്ങളാണ്. പിന്നെ മിക്കുവിനെ വിളിച്ചു കേട്ടോ. ഇപ്പോഴാണ് അവൻ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. എന്നിട്ട് എബി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എബി ചോറ് കഴിച്ചോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എബിയെ കാണുമ്പോൾ അവനൊരു ചെറിയ ചമ്മലും ചിരിയൊക്കെ ഉണ്ടെങ്കിലും ആൾക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ എബിയെ ചോദിക്കുന്ന ഉടൻ തന്നെ എബിയുടെ ഫോട്ടോയിലൊക്കെയാണ് നോക്കുന്നതാണ് അമ്മയൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഇനി കുറച്ച് ദിവസമൊക്കെ അവൻ ആ ഒരു വിഷമമൊക്കെ കാണും. പിന്നെ അവൻ ഇനി ഫോട്ടോയിലൊക്കെ നോക്കിയായിരിക്കും എബിയെ മനസ്സിലാക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണുമ്പോഴത്തേക്കും അവന് മനസ്സിലാവും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഓർത്തത് നാളെ മുതൽ എന്തായാലും ടെക്സ്റ്റ് എല്ലാം കൊടുത്തു വിടണം. സാറ് ടൈം ടേബിളെല്ലാം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം മടക്കി വെച്ചതിന് ശേഷം കുളിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ കുറേ നേരം വരെ ഇരുന്നു കേട്ടോ. 2 മണിക്കൂർ എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു. എല്ലാം ബുക്കുകളും എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പേന പേപ്പർ അവന് ആവശ്യമുള്ളതെല്ലാം മാറ്റി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ജ്യൂസ് ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു. ഇന്നും കൂടെ തന്നെയാണല്ലോ ഇതെല്ലാം കുടിക്കുന്നതെന്ന് കരുതി ലാസ്റ്റായിട്ട് രാത്രി തന്നെ ജ്യൂസും ഒക്കെ എടുത്ത് കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഇരുന്നത് കേട്ടോ. അപ്പോൾ കുറേ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിൻ്റെ അടുത്തുള്ള കുറേ കണക്കുകളൊക്കെ എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എബിയുടെ ഫസ്റ്റ് ഡേ സ്കൂളിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.